ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ. രാജ്യസഭയിൽ CPM അംഗം സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് തുകയൊന്നും നൽകാനില്ലെന്നും വിനിയോഗിച്ച തുകയുടെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഒരു മാസത്തിലേക്ക് കടന്നിട്ടും സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കുവാൻ സമരസമിതി. ആശാ വർക്കർമാരുടെ വേതനമുയർത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നാണ് സന്തോഷ് കുമാർ MP രാജ്യസഭയിൽ ചോദിച്ചത്. ആശാ വർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതികരിച്ച ജെ.പി. നദ്ദ NHM യോഗം കഴിഞ്ഞയാഴ്ച ചേർന്നിരുന്നുവെന്നും ആശാ വർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചുവെന്നും വ്യക്തമാക്കി. കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ട്. എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ല. കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും ജെ.പി. നദ്ദ പറഞ്ഞു. അതേസമയം ആശാ വർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. കേരളത്തിലെ UDF MPമാരാണ് പ്രതിഷേധിച്ചത്. KC വേണുഗോപാൽ അടക്കം MPമാർ പങ്കെടുത്തു. അതിനിടെ മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. വിവിധ സംഘടനകളുടെ പിന്തുണയോടെയാകും ഉപരോധം. ന്യായമായ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുവാൻ പോലും സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുവാൻ തീരുമാനിച്ചതെന്ന് സമരസമിതി നേതാവ് S. മിനി അറിയിച്ചു. സമരം ചെയ്യുന്ന സ്ത്രീകളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന നടപടികളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. നിയമമനുസരിച്ച് സമാധാനപരമായി ഇത്രയും ദിവസം സമരം നടത്തിയിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതിനാലാണ് നിയമലംഘന സമരത്തിലേക്ക് കടക്കുന്നതെന്നും മിനി പറഞ്ഞു. അതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരവേദി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട സമരക്കാരെ അവഹേളിച്ച് പ്രസ്താവന നടത്തിയ CITU നേതാവ് KN ഗോപിനാഥിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചുവെന്ന് സമരസമിതി നേതാവ് MA ബിന്ദു അറിയിച്ചു. സമരം നടത്തുന്ന ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ 13-ന് ആറ്റുകാൽ പൊങ്കാലയിടും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊങ്കാലയിടുവാൻ ആഗ്രഹമുള്ള പരമാവധി ആശാപ്രവർത്തകരെ ക്ഷണിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സമരത്തിന് പിന്തുണയറിയിച്ച ഒട്ടേറെ സംഘടനകൾ സമരവേദിയിൽ എത്തുന്നുണ്ട്. ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുന്നു. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 10. 9-ാം തീയതി വരെ വർക്ക് ചെയ്തതിന്റെ റിപ്പോർട്ടുമായിട്ട് അവർ വർക്ക് ചെയ്തതാണ്. അതിന് റിപ്പോർട്ട് കൊടുക്കണം, എങ്കിലേ അവർക്ക് കാശ് കിട്ടുള്ളൂ. ആ റിപ്പോർട്ടുമായിട്ട് അതാത് സെന്ററുകൾ ചെല്ലുമ്പോൾ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ അത് ഇപ്പോൾ സ്വീകരിക്കില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവർ തിരിച്ചു പോയപ്പോൾ പിന്നെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമരത്തെ ന്യായമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ സമീപിക്കുന്നതിന് പകരം വളരെ പ്രാകൃതമായ രീതിയിൽ പഴയ കാലത്തെ സമീപനമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നുണ്ടാവുന്ന തികച്ചും വലതുപക്ഷവും തികച്ചും തൊഴിലാളി വിരുദ്ധവും തികച്ചും ജനാധിപത്യ വിരുദ്ധവുമായ ഈ രീതിയിൽ അതിന്റെ മുമ്പിൽ ഈ സമരം മുട്ടുമടക്കാൻ തയ്യാറല്ല. കേരളത്തിലെ ഞങ്ങളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ 26,125 ആശമാരുടെയും ആശാ കേന്ദ്രമായ, അവരുടെ ഒരേ ഒരു അഭയ കേന്ദ്രമായ യൂണിയനായി മാറിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ്, കേരളത്തിലെ മുഴുവൻ ആശമാരും ഈ സമരത്തോടൊപ്പമാണ്. കേരളത്തിലെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും, പ്രത്യേകിച്ചും പണിയെടുക്കുന്ന സ്ത്രീകൾ ഒന്നടങ്കം ഈ സമരത്തോടൊപ്പമാണ്. ജനാധിപത്യ വിശ്വാസികളും മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഈ സമരത്തോടൊപ്പമാണ്. കേരളത്തിലെ ചിന്തിക്കുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും നടന്മാരും നടികളും എന്ന് വേണ്ട അത്തരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പമാണ്.